ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പാനൽ സ്കേർട്ടാണോ ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ പാനൽ സ്കേർട്ടിൻ്റെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പാനൽ സ്കേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റഗ്രാമിലൂടെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ധാവണീൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സാരി കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് 5.5 മീറ്ററിൻ്റെ സാരിയാണ്. അതിൻ്റെ പല്ലുവിൻ്റെ പോർഷൻ മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതൊരു 1/2 മീറ്ററോളം വരും. അപ്പം ബാക്കി നമ്മൾ 5 മീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്തിട്ടെടുക്കുന്നത്. ആദ്യമായിട്ട് ലെങ്ത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ 40 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അത്രയും പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാൻ ഈ 5 മീറ്ററിനെ 12 പാനലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ താഴത്തെ ഇമേജ് ഉണ്ടല്ലോ, അത് 2 ആന വീതമാണ് കേട്ടോ. അങ്ങനെ ഞാനൊരു കണക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണിത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ 12 പാനൽസ് കിട്ടും നമുക്കിങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിത് ഇമേജ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോന്നാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അല്ലെങ്കിൽ നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ മടക്കി വെച്ചിട്ട് എത്രയാണോ നമുക്ക് പ്ലീറ്റ് വേണ്ട അത്ര അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. എത്ര പാനൽസ് വേണ്ട അങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇത് ഓരോന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 12 പാനൽസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 12 പാനൽസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്തിട്ട് കൊടുക്കും. ഇനി നമുക്ക് വേസ്റ്റ് കിട്ടണം. വേസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ വേസ്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ വേസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എനിക്ക് 26 ആണ് കിട്ടിയത്. അതിനെ 12 ഡിവൈഡ് ചെയ്യുക. 12 പാനൽസ് ആയതുകൊണ്ട് 12 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2.25 കിട്ടും. 2.16 കിട്ടുക. അപ്പോൾ ഞാൻ ആ 2.16 കറക്റ്റ് ഇതേ പാനലിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അപ്പുറത്ത് 2 സൈഡിലായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അരന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണമെന്നൊന്നുമില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നേരെ നമ്മൾക്ക് ഈ തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്തത് നേരെ താഴോട്ട് വീഡിയോയിൽ കാണുന്ന അതേപോലെ താഴത്തോട്ട് മാർക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആദ്യം നമ്മുടെ മെഷർമെൻറ്റ് എടുക്കുക. വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് എത്രയാണോ പാനൽസ് കിട്ടിയത് അതിൻ്റെ ആ നമ്പറോട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ എത്രയാണോ മാർക്ക് ചെയ്യേണ്ടത് അത് കിട്ടും. അങ്ങനെ എടുത്തത് ഭയങ്കര സിമ്പിളാണ്. നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ വേറൊരു മെത്തേഡ് വെച്ച് ചെയ്യുന്നതും കൂടി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും. അപ്പോൾ അതായത് നമ്മൾ ആവശ്യമില്ലാത്ത പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഇങ്ങനെ സെപ്പറേറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് നല്ല ഭാഗങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഒരു വശം സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ താഴെ മുതൽ മുകളിൽ വരെ ഇങ്ങനെ എഡ്ജിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ സ്കേർട്ട് ചെയ്തിട്ടെടുക്കുക. ആദ്യം നമ്മളിത് സ്റ്റിച്ച് ചെയ്തു കേട്ടോ. ഇനി എഗെയിൻ നമ്മൾ അടുത്ത പോർഷൻ എടുത്തിട്ടും അതിൻ്റെ നല്ല ഭാഗവും ഇതിൻ്റെ നല്ല ഭാഗവും കൂടെ നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഭാഗം കൂടെ അങ്ങനെ ചേർത്ത് വയ്ക്കുക മെയിൻ പോർഷൻ്റെ. എന്നിട്ട് എഡ്ജിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഈ ഒരു സ്കേർട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ഈ സ്കേർട്ട് കൂടെ തന്നെ ടോപ്പ് കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുമേ. ഈ ഒരു സാരി ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റ് കൂടെ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു നോക്കാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ അത് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ എല്ലാ പാനലും നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും കിട്ടും കേട്ടോ. 5 മീറ്ററിൽ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള സ്കേർട്ട് തന്നെ കിട്ടും. ഇത് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് ആയിട്ട് ഞാൻ 3 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. 4 ആക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 39 ഇഞ്ചാട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്ത് ആയിട്ട്. മെയിൻ സ്കേർട്ട് നമ്മൾ 40 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്ത് കൊടുത്തത്. ലൈനിങ്ങിൽ 1 ഇഞ്ച് കുറച്ച് 39 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഒരു വേസ്റ്റ് 26 ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മളത് 4 ആക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ 26നെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 6.5 ഇഞ്ചാണ് കിട്ടുക. ആ 6.5 ഇഞ്ച് ഇങ്ങനെ കറക്റ്റ് സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 വശത്തായിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ 2 കോർണറിലോട്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. താഴോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 സൈഡ് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 സൈഡ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റാം. അപ്പോൾ നമുക്ക് 4 പാനൽസ് കിട്ടിയിട്ടുണ്ട്. സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ലൈനിങ് നമ്മൾ മൊത്തം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തുമായിട്ട് ഇതൊന്ന് അറ്റാച്ച് ചെയ്തിട്ടെടുക്കാം.
അപ്പോൾ വേസ്റ്റിൻ്റെ അവിടെ രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കൊരു ഓപ്പണിങ് വിടണം. അതിനായിട്ട് മുകളിൽ നിന്ന് താഴെ ഒരു 5 ഇഞ്ച് നമ്മൾ 5 ഇഞ്ച് ഗ്യാപ്പ് വിടുന്നുണ്ട്. എന്നിട്ട് താഴോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. 5 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടു. ഇനി താഴോട്ട് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും നമ്മുടെ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. സൈഡ് വശമൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഇതേ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ടും അതേപോലെ തന്നെ നമ്മൾ മെയിൻ ക്ലോത്ത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. കാരണം നമ്മുടെ മെയിൻ ക്ലോത്ത് 5 മീറ്റർ ഉണ്ട്, ലൈനിങ് 3 മീറ്ററേ ഉള്ളൂ. അപ്പോൾ അത് ബുദ്ധിമുട്ട് വരണ്ടാതെ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ വിട്ട ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതേ ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ അവിടെ സിബ്ബർ വെക്കാം, പക്ഷേ ഞാൻ സിബ്ബർ വെക്കാറില്ല, എനിക്കത് ഒരു കംഫർട്ടില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെ സിബ്ബർ വെച്ചിട്ട് ഇത് തയ്ച്ചാൽ മതി. ഞാൻ എന്തായാലും ഹുക്കാണ് വെക്കുക. സ്കേർട്ടിന് ഞാൻ അങ്ങനെ നോർമലി ചെയ്യാറ്. ഓപ്പണിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തു. ഇനി ബാൻഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ 2 ബ്ലാക്ക് സെൻറ്ററിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താട്ടോ. ഈ ബാൻഡ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താണേ. എന്നിട്ട് നമ്മളിതേ നല്ല ഭാഗത്ത് വീഡിയോയിൽ കാണാം അതേപോലെ തന്നെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുന്നത്. ആദ്യം പിൻ ചെയ്തിട്ടെടുക്കുവാണ്. എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മളിത് മൊത്തം പിൻ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. ബാൻഡിൻ്റെ വിടുത്ത് ഞാനിവിടെ എടുത്തത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചാട്ടോ ഈ ബാൻഡ് വിടുത്ത്. നമ്മൾ ഈ 3 ഇഞ്ച് എടുത്താൽ മാത്രമേ നമുക്ക് ഫോൾഡ് ചെയ്ത് വരുമ്പോൾ 1 ഇഞ്ചിൻ്റെ ബാൻഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തം നമ്മൾ പിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷമാണ് അറ്റൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നുണ്ട്. അതെന്തിനാ വെച്ചാൽ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 2 അറ്റം നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ബാൻഡ് വെച്ചിട്ട് എഡ്ജ് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, എഡ്ജ് നല്ല ഫിനിഷിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബാൻഡിൻ്റെ എഡ്ജ് വശം ഒന്നുകൂടെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. ഒന്നുകൂടെ ഫോൾഡ് ചെയ്തതിന് ശേഷം മൊത്തം ഒന്നിങ്ങനെ കവർ ചെയ്യണ രീതിക്ക് ഫോൾഡ് ചെയ്തിട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ബാൻഡ് വയ്ക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ ഒരു ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് കവർ ചെയ്ത് എടുക്കുന്ന രീതിക്കാണ് നമ്മൾ ബാൻഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് മൊത്തം ഒന്ന് പിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തം ബാൻഡ് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ഇപ്പുറത്തോടെ കൊണ്ടുവന്ന് അവിടെ തന്നെ അവസാനിക്കണം. അങ്ങനെ നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് ഹുക്കും വെച്ച് കൊടുത്തു. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്തിട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. വ്യൂവേഴ്സ് കൂടുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ ഇടാം കേട്ടോ, പെട്ടെന്ന് ഇടാവേ. So guys, thank you so much for watching. See you in the next video.